ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. ഇന്ന് 14 സൺഡേ ആണ്. ഈ വരുന്ന വീക്കിലേക്കുള്ള അനാലിസിസ് ആണ് നോക്കുന്നത് നിഫ്റ്റിയുടെ. കഴിഞ്ഞ സൺഡേയിൽ ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു അപ് ട്രെൻഡിലാണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡിലാണ്. പക്ഷേ റീസെന്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്, 21,745 2025 ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലാണ്. അപ്പം അവിടുന്ന് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡിലാണെങ്കിൽ പോലും ഒരു ഫിയർ ഇവിടെ കിടപ്പുണ്ട്. അതായത് ഏകദേശം 25 സെപ്റ്റംബർ മുതലുള്ള ആഴ്ചകളിൽ മാർക്കറ്റ് വളരെ വീക്കാണ്. ഈ വീക്ക്നെസ് നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് പണി തരുന്നുണ്ട്. അതായത് പോർട്ട്ഫോളിയോ റെഡ് ആവുന്നുണ്ട്, ബ്ലീഡ് ആവുന്നുണ്ട്, മാർക്കറ്റ് കയറിപ്പോകുന്നില്ല. ഈ ഒരു ഫിയറിൽ പലരും പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് മാർക്കറ്റിനെ മനസ്സിലാക്കുന്നവർക്ക് അനാവശ്യമായ ഈ ഫിയറിൻ്റെ ഒരു ആവശ്യമില്ല. മാർക്കറ്റ് അപ് ട്രെൻഡിൽ തന്നെയാണ്. അപ് ട്രെൻഡിലാണ് എന്ന് പറയുമ്പോഴും ഒരു പക്ഷേ ചില ദിവസങ്ങളിൽ എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് പോവല്ല, ഇതിനിടയിൽ സ്വിങ്സ് ക്രിയേറ്റ് ചെയ്താണ് പോവുക. ഈ സ്വിങ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ സ്ട്രക്ചറിന്, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന് വളരെ അത്യാവശ്യമാണ്. ഇവിടെയാണ് എല്ലാവരും പേടിക്കുന്നത്. ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ അയ്യോ മാർക്കറ്റ് താഴേക്ക് പോയോ എന്നുള്ള പേടിയിൽ അവരുടെ പൊസിഷൻസ് നഷ്ടത്തിലാണെങ്കിലും വിറ്റൊഴിവാക്കുകയാണ്. ആക്ച്വലി ആവറേജിങ് എന്ന് പറയുന്ന ആർട്ട് ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രേഡ് എൻ്റർ ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത്, തമ്പ് റൂൾ എന്ന് പറയുന്നത്, സ്വിങ്ങിൽ മാത്രം ട്രേഡ് കയറുക. ഈ സ്വിങ്ങിൽ നമ്മൾ ട്രേഡ് കയറി കഴിഞ്ഞാൽ അത് എപ്പോഴും പോസിറ്റീവിലേക്ക്, ഏകദേശം 90% ട്രെൻഡ് മനസ്സിലാക്കി സ്വിങ്ങിൽ ട്രേഡ് കയറണം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയട്ടെ. ട്രെൻഡ് മനസ്സിലാക്കി അതിൻ്റെ ഫസ്റ്റ് സ്വിങ്ങിൽ ട്രേഡ് കയറാൻ സാധിച്ചാൽ അത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നിൽക്കാൻ സാധിക്കും. ഇവിടെ വീക്ക്ലി അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അൺഈവൻ ആയിട്ടുള്ള ഒരു സ്വിങ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ആണ് കിട്ടിയിരിക്കുന്നത്. മാർക്കറ്റിന്റെ വീക്ക്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് എന്ത് തന്നെ ആയാലും മാർക്കറ്റ് മുകളിലോട്ട് പോകേണ്ടതാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ, അത് ഒരുപക്ഷെ വേൾഡ് മാർക്കറ്റിന്റെ ആവാം, ഫെഡിന്റെ അനാലിസിസ് ആവാം, അല്ലെങ്കിൽ ഗോൾഡുമായിട്ടുള്ളതാവാം, ഇന്ത്യൻ റുപ്പിയുമായിട്ടുള്ളതാവാം. ഈ വക പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഫിയറിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് മാർക്കറ്റ് ഇത്രയും വീക്കായിട്ട് നിൽക്കുന്നത്. ഈ വീക്ക് എന്ന് പറയുമ്പം പോലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ 24,300 നിന്ന് 26,300 എന്ന് പറയുന്ന 2000 പോയിന്റോളം മാർക്കറ്റ് ഇവിടെ കയറി വന്നിട്ടുണ്ട്. മാർക്കറ്റ് വീക്കായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ തന്നെ ഈ ഒരു പാറ്റേൺ കാണിക്കുന്നത് ട്രേഡേഴ്സിന്, അതായത് നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റി പോലുള്ളതിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇവിടെ സെല്ലേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്. ഇവിടെ സെല്ലേഴ്സ് ഇട്ട് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പുട്ട് സെല്ലേഴ്സ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ഉണ്ടാവുക. ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് കാണിച്ചിരിക്കുന്ന സ്വിങ്സ് ആണ് ഈ കാണുന്നത്. ഇവിടെ മാർക്കറ്റ് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ വീക്കാണ് കാണിക്കുന്നത്. ഒരു ട്രിപ്പിൾ ടോപ്പ് നമുക്കിവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഒരു ഡൗൺ ട്രെൻഡ് ഫോം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ഇത് നടത്തിയിട്ടുണ്ട്. ഇതാണോ ഫേക്ക്, അതോ ഇവിടുന്ന് മുകളിലോട്ട് പോയിട്ട് ഈ കാണിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണോ ഫേക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിം വെച്ചിട്ട് നമ്മൾ അനാലിസിസ് ചെയ്ത പോലെ തന്നെ ഇവിടെ യാതൊരു തരത്തിലുള്ള സ്വിങ്സ് ക്രിയേറ്റ് ചെയ്യാതുള്ള കണ്ടിന്യൂസ് ക്യാൻഡിൽസ് ആണ്
ഈ ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് കയറിപ്പോയിരിക്കുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെങ്കിൽ ഈ രീതിയിലാണ് മാർക്കറ്റ് കയറി പോകേണ്ടത്. അതിന് പകരം ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് താഴേക്ക് വരാതിരിക്കാൻ വേണ്ടി ബയേഴ്സ് മാക്സിമം ട്രൈ ചെയ്ത് മാർക്കറ്റിനെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോയിരിക്കുന്നതാണ്. ഇത് ഒരിക്കലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ട്രെൻഡ് അല്ല. അതിനർത്ഥം ഇതിന് മുകളിലേക്ക്, അതായത് 26,200 എന്ന് പറയുന്ന ഈ ലെവൽ വരെയെങ്കിലും ഈ രീതി കൊണ്ടെത്തിച്ച് ഇതിനിടയ്ക്കൊരു സ്വിങ് ക്രിയേറ്റ് ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ മാർക്കറ്റ് സ്ട്രോങ് ആയി മുകളിലേക്ക് പോകൂ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം 95% മാർക്കറ്റ് ഫോള് തന്നെ ആവണം. ശ്രദ്ധിക്കുക, ലോങ് ടൈമിൽ, അതായത് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ, എപ്പോഴും ലോങ് ടൈമിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ അനാലിസിസ് ചെയ്യുകയും ട്രേഡ് ചെയ്യുന്ന സമയത്തോ സ്വിംഗ് ട്രേഡിങ്ങിന്റെ സമയത്തോ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്യണം. കാരണം അവിടെ സ്വിങ്സ് ക്രിയേറ്റ് ആവും. ഇത് അപ് ട്രെൻഡ് കയറി പോകാനുള്ളതാണെങ്കിൽ ഈ ഒരു പോയിന്റിലായിരിക്കണം. അതായത് ഇവിടെയാണ് സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 25,900 ഇവിടെ നമുക്ക് സപ്പോർട്ട് എടുത്ത് കയറുമ്പോഴാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ സ്വിങ്ങിലായിരിക്കണം നമ്മൾ ട്രേഡ് കയറേണ്ടത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. ആത്യന്തികമായി മാർക്കറ്റിനെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വളരെ വീക്കായിട്ടാണ് പോകുന്നത്. ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ ഒരു ട്രെൻഡിന്റെ കണ്ടിന്യൂവേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ചെക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു പാരലൽ ചാനലാണ്. അതായത് അത് ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 2 പോയിന്റ് എടുത്തിട്ട് ഇവിടെ മൂന്നാമത്തെ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതായത് 1, 2, 3 അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് 4, 5, 6 എന്ന് പറഞ്ഞിട്ടുള്ള 2 പോയിന്റുകൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ, അതായത് വരുന്ന ആഴ്ചകളിൽ നമുക്ക് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറിപ്പോകാനൊരു ടെൻഡൻസി കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് കൊടുത്ത് സ്റ്റോപ്പ് ലോസുകൾ ഹണ്ട് ചെയ്യുന്ന രീതിയിൽ, കാരണം ഇവിടുന്ന് ഒരു സെൽ എടുക്കുകയാണെങ്കിൽ താഴോട്ട് ഈ ഒരു പാരലൽ ചാനൽ കാണുന്നവർ ഒരു സെൽ പൊസിഷൻ എടുക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ സ്റ്റോപ്പ് ലോസ് വെക്കുക ഈ ഒരു ഏരിയയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ മാർക്കറ്റ് വന്ന് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത ശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് ഇവിടെ വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് സ്വിങ്സ് ക്രിയേറ്റ് ചെയ്ത് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി തള്ളിക്കളയാൻ സാധിക്കുകയില്ല. വരുന്ന ദിവസങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 25,730 ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 26,200 ആണ്. വരുന്ന ദിവസങ്ങളിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മാർക്കറ്റ് നോക്കി അതാത് ദിവസത്തെ ട്രെൻഡ് മനസ്സിലാക്കി മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക. താങ്ക് യു.